കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 4 ഫോട്ടോ 5 ഫോട്ടോ ഒക്കെ ഒരുമിച്ചെടുത്തിട്ട് അത് PDF ആക്കിയിട്ട് വിടുന്നതിനെക്കുറിച്ചും പിന്നെ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ അത് കംപ്രസ് ചെയ്ത് അയക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ പല വീഡിയോസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് സെറ്റിങ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നീക്കിയിട്ട് ബെല്ലൈക്കനിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുക. നമ്മളിതിന് മുമ്പ് ചെയ്ത ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് PDF ആക്കി അയക്കുന്നതും പിന്നെ നമ്മുടെ വലിയ വീഡിയോ സൈസ് കുറച്ചിട്ട് ചെറുതാക്കിയിട്ട് വാട്സപ്പ് വഴി വിടാനുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഉപകരിക്കുന്ന ഈ വീഡിയോ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് PDF ആക്കുന്നുണ്ട്. PDFന് നമുക്ക് എങ്ങനെ ഇമേജ് ഫയൽ ആക്കാനും പിന്നെ അതുപോലെ ഒരു വേർഡ് ഫയലിനെ നമുക്ക് എങ്ങനെ PDF ആക്കാനും പിന്നെ ഇതൊക്കെ ഒന്ന് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഇതൊക്കെ പാസ്വേഡ് കീ കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും, മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിന് നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് PDF എഡിറ്റർ എന്നാണ്. ഒരുപാട് PDF എഡിറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയി എന്ന് തോന്നുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. മെർജ് ഫയൽ എന്ന് കാണുന്നുണ്ട്. നമുക്ക് മെർജ് ചെയ്യാനുള്ളത്, അതായത് ഒന്നിൽ കൂടുതൽ ഫയൽസ് ഒരുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്പ്ലിറ്റ് ഫയൽ എന്നുള്ളത് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇമേജ് ടു PDF, ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ. നമുക്കൊരു 4-5 ഫോട്ടോസൊക്കെ നമുക്ക് ഒറ്റ PDF ആക്കി വെക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറൊക്കെ സെലക്ട് ചെയ്യാം. ഇതിലെൻ്റെ തമ്പനെയിൽസ് മാത്രമുള്ളതാണ്. ഞാനിത് മാത്രം ഒന്ന് കാണിച്ചു, നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആപ്ലിക്കേഷൻ്റെ ഭാഗങ്ങൾ മാത്രം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇമേജിൻ്റെ ഏതെങ്കിലും ഫോൾഡറിൽ സെലക്ട് ഓൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ശേഷം നമ്മളിവിടെ താഴെ കാണുന്ന കൺവേർട്ട് ഫയൽസ് എന്നുള്ളതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് പ്രോസസ്സിങ് ഇമേജ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം, ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ഇവിടെ കാണാം, നമ്മൾ ഇപ്പോൾ എല്ലാ ഇമേജ് കൂടി ഒരൊറ്റ PDF ആക്കി വെച്ചതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 43 ഫോട്ടോസ് ഒറ്റ ഫയലിൽ നമ്മൾ ഒറ്റ PDF ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഇവിടെ 42.19 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ റെഡ്യൂസ് സൈസ് ഏറ്റവും താഴെ കാണും നിങ്ങൾക്ക് ഇവിടെ. അതിലൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ചെയ്തു വെച്ച ആ ഒരു മെർജ് ഫയൽ ഏറ്റവും ലാസ്റ്റിൽ കാണും നിങ്ങൾക്ക് ഇവിടെ. അതിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. വെറും സെക്കൻഡുകൾ കൊണ്ടിൽ അതിൻ്റെ സൈസ് മാറിയത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ 11.78. അതാണിപ്പോൾ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ വലിയ ഫയൽ നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാം, കാരണം സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വ്യത്യാസം തന്നെ ഉണ്ട് അവിടെ. ഇനിയും സൈസ് അതിന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ റെഡ്യൂസ് സൈസിൽ പോയിട്ട് നമ്മൾ അതേ ഫയലിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 8.19 ആണ് കാണിക്കുന്നത്. അപ്പം ശരിക്കും തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി അടുത്ത എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഉപകാരപ്പെടുന്നത് വെബ് ടു PDF എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് ആ സൈറ്റ് അങ്ങനെ തന്നെ PDF ആയിട്ട് ഇവിടെ വരുന്നത് കാണാം. അതും നല്ല ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്കിത് ബാക്ക് ചെയ്യാം. ഇനി വേർഡ് ടു PDF ഉണ്ട്. ഏതെങ്കിലും ഒരു വേർഡ് ഫയൽ നമ്മളിവിടെ കൊടുക്കുക, എന്നിട്ട് PDF ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ വിൻഡോസ് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെ നമുക്ക് ഇവിടെ ഫോണിൽ ചെയ്യാൻ പറ്റും. പിന്നെ PDF ഫയലിനെ ഇമേജ് ഫയലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം, നോർമൽ ഏത് റെസൊല്യൂഷനിലാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ PDF ഫയൽ വീണ്ടും ഇമേജായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗാലറിയിലൊക്കെ കാണാവുന്നതാണ്. ഞാനത് ചെയ്യുന്നില്ല, ബാക്ക് പോയിട്ട് വെറുതെ മെമ്മറി ഫുള്ളാക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നമുക്ക് അത്യാവശ്യമുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. റിമൂവ് പാസ്വേഡ്. ഇത് ചിലപ്പോൾ ഫോൺ റൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കിട്ടില്ല. അത് നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. പിന്നെ പേജുകൾ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നില്ല, PDFൻ്റെ ഏതെങ്കിലും പേജുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഡിലീറ്റ് പേജസ്, നമുക്കൊരു 40 പേജ് ഉള്ളത് ഒരു 35 പേജാക്കണം. 5 പേജ് നമുക്ക് വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. എന്തായാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഒരുപാട് എനിക്ക് നല്ല ഉപകാരമുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.